നമസ്കാരം. എല്ലാ സ്നേഹമിത്രങ്ങൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം വളരെ ലളിതമാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ശക്തിയുള്ള ഒരു യഥാർത്ഥ ചോദ്യമാണ്. ആരാണ് നിങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കുന്നത്? അത് നിങ്ങളാണോ, നിങ്ങളുടെ ചിന്തകളാണോ? ശരിക്കു നോക്കിയാൽ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴും മനസ്സ് 100 സ്ഥലങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കഴിഞ്ഞ കാലത്തേക്ക് പോകും, ചിലപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഓടും, ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞൊരു വാക്ക് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ താഴെ ഒരു കമൻ്റായിട്ട് എഴുതുക, എൻ്റെ മനസ്സ് അധികം ഓടുന്നു എന്നുള്ളത്. നിങ്ങളുടെ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, എൻ്റെ മനസ്സ് അധികം ഓടുന്നു. നോക്കൂ, ഇത് എഴുതാൻ നിങ്ങൾ മടി കാണിക്കരുത്. കാരണം നിങ്ങൾ മാത്രമല്ല, അനേകം ആളുകൾ ഇതേ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഇത് എഴുതാൻ നിങ്ങൾ തയ്യാറായാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു, നിങ്ങളത് മനസ്സിലാക്കുന്നു എന്നാണ്. ഏറ്റവും വലിയ അപകടം എന്താണെന്ന് അറിയോ സുഹൃത്തെ? നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് എന്നും കൂടി ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കി തരാം. എന്നിട്ട് ഇതിൻ്റെ പരിഹാരവും പറഞ്ഞു തരാം. നമ്മുടെ തലച്ചോറിൻ്റെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് അറിയാം. മുൻഭാഗവും പിൻഭാഗവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് മുൻഭാഗത്തെ മസ്തിഷ്കം എന്ന് പറയുന്നത് നമ്മുടെ യുക്തിപരമായ ചിന്തകളെയും തീരുമാനമെടുക്കുന്ന പ്രക്രിയയും അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിനെയൊക്കെ അല്ലെങ്കിൽ സെൽഫ് കൺട്രോളിനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ, ഒരു കാര്യം ശാന്തമായി വിലയിരുത്താൻ ഈ ഭാഗം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് തലച്ചോറിൻ്റെ സ്വപ്ന ചിന്താ ശൃംഖല എന്ന് പറയുന്ന ഒരു പ്രവർത്തന രീതിയുണ്ട്. നമ്മളൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ ഈ ശൃംഖല സജീവമാകുന്നു. അപ്പോൾ മനസ്സ് പഴയ കാര്യങ്ങളിലേക്ക് പോകുന്നു, ഭാവിയെക്കുറിച്ചും ആശങ്കപ്പെടുന്നു, താരതമ്യം ചെയ്യുന്നു, അനാവശ്യമായ കഥകൾ സൃഷ്ടിക്കുന്നു. ഇതാണ് പലപ്പോഴും നമ്മുടെ യഥാർത്ഥ പ്രശ്നം. നമ്മൾ നമ്മുടെ മനസ്സിനെ ഉപയോഗിക്കേണ്ട സമയത്ത് മനസ്സ് നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ മനസ്സാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ പ്രശ്നത്തെക്കാൾ വലുതായി മനസ്സ് അതിനുള്ള കഥയും കൂടി ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക. അവിടെയാണ് പ്രധാനം ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി? കാരണം അത് അങ്ങനെയായിരുന്നു, കഥ ഇങ്ങനെയായിരുന്നു, മറ്റേതായിരുന്നു, അവിടെ ഇങ്ങനെയായിരുന്നു, ആ സമയത്ത് കൊറോണ വന്നു, ആ സമയത്ത് അത് വന്നു, ഇത് വന്നു. ദർ ആർ മെനി മെനി റീസൺസ്. ആരാ ഉണ്ടാക്കിയത്? അപ്പോൾ ഇന്ന് മുഴുവൻ ദിവസവും നിങ്ങൾ ഈ പ്രാക്ടീസ് ഒന്ന് ചെയ്യുക. നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തയോ ആശങ്കയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്നാമതായി, എന്ത് ചിന്ത വന്നാലും നിങ്ങൾക്ക് ആ ചിന്ത വന്നു എന്ന് മനസ്സിലാകുന്ന നിമിഷം നിങ്ങൾ അതിനൊന്ന് പോസ് ചെയ്യുക, നിർത്തുക. ഒരു നിമിഷം ശാന്തമായി അത് നിർത്തുക. എന്നിട്ട് ആ ചിന്തയ്ക്കൊരു പേരങ്ങ് നൽകുക. ഇത് സന്തോഷത്തിൻ്റെ ചിന്തയാണോ? ഇത് ആശങ്കയുടെ ചിന്തയാണോ? ഇത് ദുഃഖത്തിൻ്റെ ചിന്തയാണോ? ഇത് സഹതാപത്തിൻ്റെ ചിന്തയാണോ? ഇത് അങ്ങനെ ഏത് ചിന്തയാണ് ഇതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് പറയുക. അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമതായി അതിനെ വേർതിരിക്കുക. എന്താണ്? ഇത് ചിന്ത മാത്രമാണ്, ഞാനല്ല. ഞാൻ ആ ചിന്തയെ കാണുന്നവനാണ്, അതാണ് ഞാൻ. ഞാനല്ലല്ലോ ചിന്ത. മോശം ചിന്തയാണോ നല്ല ചിന്തയാണോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ അതിനെ കാണുന്നു. അപ്പോൾ ഈ ചിന്ത നിങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത് ദിവസത്തിൽ കുറഞ്ഞത് 5 തവണയെങ്കിലും നിങ്ങൾ ചെയ്യണം. ഇതൊരു ചെറിയ പരിശീലനമാണ് അല്ലേ? പക്ഷേ ഇതാണ് മനസ്സിൻ്റെ അല്ലെങ്കിൽ മനസ്സിനെ കീഴടക്കലിൻ്റെ ആദ്യത്തെ വാതിലെന്ന് നിങ്ങളത് തിരിച്ചറിയണം. അപ്പോൾ റെഡിയാണല്ലോ? നിങ്ങൾ ചെയ്യുമല്ലോ അല്ലേ? എല്ലാവരും ചെയ്യുമല്ലോ? ഒന്ന് പേര് എഴുതിയിട്ടെ. ഇന്ന് ചെയ്യാൻ തയ്യാറായവരുടെ പേരുകൾ ഒന്ന് താഴെ എഴുതിയിട്ടെ. അപ്പോൾ നിങ്ങൾ വൈകുന്നേരം വന്നിട്ട് ഒരു കമൻ്റ് എന്ന് വീണ്ടും ഇവിടെ രേഖപ്പെടുത്തുക. ഈ ദിവസം ഞാൻ പൂർത്തിയാക്കി, ഞാൻ എൻ്റെ ചിന്തകളല്ല എന്ന്. എന്തിനാണെന്നറിയോ? ഈ വരി നിങ്ങൾ എഴുതുമ്പോൾ
നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു പുതിയ സന്ദേശം നിങ്ങൾ നൽകുന്നു. എന്താണ്? ഞാൻ എൻ്റെ ചിന്തകളുടെ അടിമയല്ല എന്നുള്ളത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അമിത ചിന്ത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് നിങ്ങളിതൊന്ന് അയച്ചു കൊടുക്കുക. ദിനേശ് മുങ്ങത്ത് സൈനിങ് ഓഫ്. നന്ദി, സ്നേഹപൂർവ്വം. താങ്ക് യു. ലവ് യു ആൾ.